ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് കോപ്പ ഡെൽ റേയിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ എൽ ക്ലാസിക്കോ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. ചിരവൈരികളായ FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലാണ് മാറ്റുരക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 സെവിയ്യയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നേ തന്നെ ഒരുപാട് വിവാദ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. പക്ഷേ ഫൈനൽ കളിക്കും എന്നുള്ള കാര്യം റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും റയലിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് എങ്ങനെയാവും അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കിലിയൻ എംബപ്പയുടെ പരിക്കിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മത്സരത്തിന്റെ തൊട്ട് മുൻപ് മാത്രമാണ് എംബപ്പയെ ഇറക്കണോ വേണ്ടയോ എന്നുള്ളത് റയൽ മാഡ്രിഡ് തീരുമാനിക്കുക എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. എംബപ്പെ ഇല്ലെങ്കിൽ പിന്നീട് റയലിന്റെ പോസിബിൾ ലൈനപ്പ് എങ്ങനെയാവും അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 4-4-2 എന്ന ഫോർമേഷൻ ആണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്താൻ ആലോചിക്കുന്നത്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കോർട്ടുവ തന്നെയായിരിക്കും. ഇനി വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ലുക്കാസ് വാസ്കസും അതുപോലെ തന്നെ ഫെർലാൻഡ് മെൻഡിയും ഉണ്ടാകും. സെന്റർ ബാക്കുമാരായിക്കൊണ്ട് റൗൾ അസൻസിയോ, അന്റോണിയോ റൂഡിഗർ എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ നമുക്ക് 4 താരങ്ങളെ കാണാൻ കഴിയും. ഫെഡെ വാൽവർദെ, ചുവാമെനി, സബയോസ്, അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവർ ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ റോഡ്രിഗോയും വിനീഷ്യസ് ജൂനിയറും ആയിരിക്കും ഉണ്ടാവുക. ഇനി അഥവാ എംബപ്പയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ റോഡ്രിഗോക്ക് സ്ഥാനം നഷ്ടമാകും. പകരം കിലിയൻ എംബപ്പയും വിനീഷ്യസ് ജൂനിയറും ആ ഒരു മുന്നേറ്റ നിരയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് റയലിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. ഏതായാലും ശക്തമായ നിരയെ തന്നെ റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും ഇറക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഒരു തീപാറും പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.